യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗസയിൽ നിന്ന് രോഗികളെ UAE-യിലെത്തിച്ച് മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള UAE ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ 155 രോഗികളെ UAE-യിലെത്തിച്ചു. UAE-യിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗാസയിൽ നിന്ന് സംഘർഷം തുടങ്ങിയ ആദ്യ മാസങ്ങളിൽ തന്നെ UAE രോഗികളെയും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെയും മികച്ച ചികിത്സ നൽകുന്നതിനായി UAE-യിൽ എത്തിക്കുന്നുണ്ട്. യുദ്ധത്തിൽ പരിക്കേറ്റ ആളുകളെയും അതോടൊപ്പം തന്നെ അർബുദ ബാധിതർ ഉൾപ്പെടെയുള്ള രോഗികളെയും സഹായിക്കുന്നതിനായി UAE പ്രസിഡന്റ് ഹിസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ വർഷങ്ങളായി തന്നെ പുരോഗമിക്കുന്നത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗത്തിന് ചികിത്സ ആവശ്യമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഈ ഒരു യുദ്ധത്തിൽ പരിക്കേറ്റ് അടിയന്തരമായി ചികിത്സ ആവശ്യമുള്ളവർ, ഇത്തരം ആളുകളെ ഉൾപ്പെടെയാണ് UAE-യിലേക്ക് എത്തിക്കുന്നത്. പ്രധാനമായും പരിക്കേൽക്കുന്ന കുട്ടികളെയാണ് ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമായി എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞ ദിവസം ഗാസയിൽ 155 രോഗികളെ കൂടി UAE-യിൽ എത്തിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളും ഇതിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുമായി ചേർന്നാണ് UAE ഇപ്പോൾ ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരെ UAE-യിൽ എത്തിച്ചിരിക്കുന്നതും ഈ ഒരു WHO-യുടെ സഹായത്തോടു കൂടിയാണ്. റാമൻ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിനാണ് ഇവരെ അബുദാബി വിമാനത്താവളത്തിൽ എത്തിയത്. ഇവിടെ അബുദാബിയിലെത്തിയ ഈ രോഗികളെ ചികിത്സയ്ക്കായി ഇപ്പോൾ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അബുദാബിയിൽ തന്നെയുള്ള വിവിധ ആശുപത്രിയിലാണ് ഈ ഭൂരിഭാഗം ആളുകളെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർ അടക്കമുണ്ട്. ഇവർക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് രാജ്യം നൽകുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ രോഗികളും കുടുംബങ്ങളും അടക്കം 2785 ആളുകളാണ് ഗാസയിൽ നിന്ന് UAE-യിൽ എത്തിച്ചത്. ഇവർക്ക് എല്ലാവർക്കും തന്നെ മികച്ച ചികിത്സയും സൗകര്യം നൽകി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് UAE. എന്തായാലും പ്രതിസന്ധിയിലാകുന്നവർക്ക് താങ്ങായി നിൽക്കാൻ UAE എന്നും ശ്രമിക്കാറുണ്ട് എന്നും അതിന് തെളിവാണിതെന്നുമാണ് UAE സഹമന്ത്രി സുൽത്താൻ മുഹമ്മദ് അൽ ഷംസി തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടെ എത്തിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഗാസയിലേക്ക് ഇതുവരെ 4000 ടണ്ണിലധികം ഭക്ഷ്യവസ്തുക്കളാണ് UAE എത്തിച്ചിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിലും തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗാസയെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് UAE. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.